ഹായ് ഓൾ, വെൽക്കം ടു എൽസസ് കളക്ഷൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ടിപ്പിക്കൽ ചിക്കൻ കറി അല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഇന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് ഞാൻ ആദ്യം മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ചേറെ മല്ലിയില നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.25 കിലോ ചിക്കൻ കാണും, അതിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. അതിലേക്ക് ഞാൻ 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇനി കുറച്ചേറെ വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 20-25 കുരുമുളകും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചിട്ട് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചൊരു 3 വലിയ സവോള നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ചുപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് നമ്മൾ അരപ്പിൻ്റെ കൂടെ ആഡ് ചെയ്തായിരുന്നു. അത് ഏകദേശം ഒന്ന് വഴന്നു വന്നു കഴിയുമ്പം അതിലേക്ക് നമുക്കൊരു നല്ല പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് അതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് അലുത്ത് ഏകദേശം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഈ 2 പൊടികൾ മാത്രം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം പച്ചമുളകിൻ്റെ എരിവും കുരുമുളകിൻ്റെ എരിവും ഒക്കെ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഒരു കുത്തൻ ചുവ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ 2 പൊടികൾ മാത്രം ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അതിനുശേഷം അടച്ച് വെച്ച് ഒരു 5 to 10 മിനിറ്റ്സ് വേവിക്കാം. അപ്പോഴത്തേക്കും ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഊറി വരാൻ തുടങ്ങും, ഗ്രേവിയൊക്കെ ആവാൻ തുടങ്ങും. ഒരു 5-10 മിനിറ്റ് ആയി കഴിയുമ്പോൾ തുറന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് വേവിച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ ബെസ്റ്റ് കറിയാണ്. എല്ലാവരും ട്രൈ നോക്കണം. ഈസിയാണ് പക്ഷേ ടേസ്റ്റിയാണ്. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.